കഴിച്ചില്ലേ? ഫുഡാ? ഓ ആ ആ എടുത്തു തുടങ്ങിക്കോ. ഈ പെരുമഴക്കാലത്ത് ഒരു പിടി ചോറിന് വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ മനുഷ്യർ, അവരെ ചേർത്ത് പിടിക്കുന്ന ചില മനസ്സുകളുണ്ട്. പറമ്പത്ത് പ്രഭാകരൻ എന്ന് പറയുന്നവരുടെ മകൻ നകുൽ പ്രഭാകരൻ എന്നവരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഇന്നത്തെ ഭക്ഷണം. ഇവരുടെ കുറവും കുറ്റവും ഒന്നും നോക്കാതെ മനുഷ്യരാണെന്നുള്ള ഒരു പരിഗണന വെച്ചുകൊണ്ട് പല പ്രാവശ്യമായിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ സഹായിക്കുന്ന ആ പറമ്പത്ത് കുടുംബത്തിലെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നകുൽ പ്രഭാകരൻ്റെ ജന്മദിനത്തിൽ ആ സന്തോഷത്തിൽ നമുക്കും പങ്കാളികളാവാം. ഈ സ്നേഹവിരുന്ന് അവരൊരുക്കിയതാണ് ഇന്നത്തേത്. ഒരു പിടി ചോറിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ, അവർക്ക് ഒരു പിടി ചോറ് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ വലിയൊരു പുണ്യം ലോകത്തില്ല. യഥാർത്ഥ വിശപ്പനിക്ക് അനുഭവിക്കുന്ന ആളുകൾക്ക് ചോറ് കൊടുക്കുമ്പോൾ അത് വലിയൊരു പുണ്യം. മോനെ പണിക്ക് പോകുന്ന ആളൊന്നും ചോറ് നിൽക്കണ്ടേ? തരൂലേ? പണിയില്ല എന്ന് പറഞ്ഞാൽ ഇതിവിടെ ഇപ്പോൾ 10,000 പൊതി ഉണ്ടാൽ മതിയാവോ മോനെ? അർഹതപ്പെട്ടാക്ക് റോട്ടുമേലും ബസ് സ്റ്റാൻഡിൽ അവിടെ ഇവിടെ കിടക്കുന്ന ആക്ക് കൊടുക്കുന്നതാ കേട്ടോ. ഞാൻ തരില്ല, ഇനി വന്നാൽ തരില്ല. ഇന്ന് ക്യൂവിൽ നിൽക്കുന്നതുകൊണ്ട് തരൂ. എന്താ വേണ്ടേ? ഷർട്ടും ഉണ്ടോ? ആ തരാം തരാം. അങ്ങനെ ഇതൊരു സ്ഥലമാണ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകും. ഈ തെരുവിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള എത്രയോ അധികം ആളുകളുണ്ട്. അവരുടെ അടുത്തെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് അത് അർഹതപ്പെട്ടാക്കുകളുടെ കൈകളിലെത്തുന്നത്. ഇനിയും പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ആ കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വേലക്ക് പോണ ആൾ സാപ്പാടുക്ക് വരാതെ ചോറുണ്ടെങ്കിൽ തരാവുമ്മ. ഇവർക്കെല്ലാം കൊടുക്കട്ടെ. റോട്ടുമ്മ കിടക്കുന്ന ആളുകളായി ഇവരല്ലേ, ഇവർക്ക് കൊടുക്കട്ടെ. ഉണ്ടെങ്കിൽ തരൂ. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. വേഗം വേഗം വാങ്ങ്, വേഗം വാങ്ങ. കൊടുക്ക്. നിനക്കെന്താ വേണ്ടി? ഷർട്ട് മുണ്ടുവാ ഉണ്ട്.